ഇപ്പം എൻ്റെ തന്നെ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടാ എൻ്റെ അമ്മ കുഴിന്ന് ഇറങ്ങി വന്ന് തല്ലുവരെ ആ രീതിയിലുള്ള കമൻസ് ഒക്കെയാണ് പറയുക. അത് ചില മതവിഭാഗങ്ങളാണ് അത് ചെയ്യണത്. അവർക്കുള്ളൊരു എന്താ പ്രശ്നം എന്ന് ഞാൻ നോക്കിയിട്ട്, പലരും ഗൾഫിലൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്. അവർക്ക് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളെ ചീത്ത വിളിക്കുക, ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ, ആ സുഖം കിട്ടിക്കോട്ടെ എന്ന് ഞാനും വിചാരിക്കും. അതിനൊന്നും കമൻറ്റ് പറയാൻ പോകാറില്ല. ഞാൻ ഇത് അവരൊക്കെ വിചാരം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വേദനിക്കും എന്നാണ്. അതിനേക്കാൾ എത്രയോ വേദനകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഇതിലേക്ക് എത്തിയത്. ഞാൻ പറയില്ല, എൻ്റെ 5 വയസ്സ് 6 വയസ്സുള്ളപ്പം അച്ഛനെ കൊലക്കേസിൽ പ്രതിയാക്കി ഒളിവിൽ പോയത് ഇതൊക്കെ കണ്ടു വളർന്ന എനിക്ക് എന്നെ ഈ ചീത്ത പറഞ്ഞ എവിടെ എൻ്റെ ദേഹത്ത് പോലും തൊടില്ല. അതൊരു അഹങ്കാരമല്ല, അത് ദൈവം അത് എനിക്ക് തന്നൊരു കഴിവാണ് അത് ഇതാക്കാൻ. പിന്നെ ഞാൻ ആലോചിക്കും, എൻ്റെ അച്ഛൻ ഏറ്റവും സ്നേഹിച്ച ജനവിഭാഗങ്ങളാണ് എൻ്റെ ചീത്ത പറയുന്നത്. ഏറ്റവും സ്നേഹിച്ചതാണ് അച്ഛൻ. എനിക്കത് വ്യക്തമായിട്ട് അറിയാം ഇപ്പോഴും. അതുകൊണ്ട് എനിക്കെല്ലാവരുമായിട്ടും, ഞാൻ BJP-യിലാണെങ്കിലും ഞാൻ എല്ലാവരുമായിട്ടും സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അത് ഏത് പാർട്ടിയിലും ഉണ്ട് എനിക്ക്. മാം, അവിടെയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. മാമിന്റെ ഏറ്റവും വലിയ മേൽവിലാസം ഇനിയിപ്പോൾ എത്ര കാലം പ്രവർത്തിച്ചാലും അത് കരുണാകരന്റെ മകൾ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒന്ന് കരുണാകരൻ കോൺഗ്രസിന് ചെയ്തത് എന്താണെന്ന് അറിയാം. അതെ, കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ BJP-യുടെ പ്രതിപക്ഷം. അതെ. അപ്പൊ ആ ഒരു മാറ്റത്തെ അച്ഛന്റെ മകൾ എന്നുള്ള രീതിയിൽ അച്ഛനോട് അടുപ്പമുള്ളവർ ഒരിക്കലും നല്ല രീതിയിലല്ലല്ലോ അതിനെ സ്വീകരിക്കുക. അച്ഛന്റെ കണ്ടംപററീസ് ആയ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരോട് എന്താ വിശദീകരിക്കുക, അല്ലെങ്കിൽ അവരോട് എന്ത് പറയും, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു? ഇല്ല, കാരണം അവരാരും എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല. ഞാൻ ഈ വിഷമിച്ച് ഞാൻ സങ്കടപ്പെട്ട് പലരുടെ അടുത്തും എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ പോയിട്ടും അവരെനിക്ക് ചെവി പോലും തന്നില്ല. അവർക്കെന്ത് തോന്നുന്നു പിന്നെ എനിക്ക് തോന്നേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരു നമുക്ക് നോക്കാം, പിന്നെ ചെയ്യാം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയിൽ കാരണം മുഖത്തോക്കി പറയാനും വയ്യ, ലീഡറുടെ മകളല്ലേ വെച്ചിട്ട്. പക്ഷേ ഉള്ളിൽ കൂടെ ചെയ്യുന്ന പ്രവൃത്തി പല കാര്യങ്ങൾ അവർ എന്നെ ദ്രോഹമല്ല അവർ ചെയ്ത്. പക്ഷേ എൻ്റെ ഈ കാര്യത്തിന് പരിഹാരം ഞാൻ പലപ്പോഴും കംപ്ലൈൻറ്റുകൾ എഴുതി കൊടുക്കും പാർട്ടിക്ക്. അത് നേരെ ചവറ്റുകൊട്ടയിലേക്ക് പോകും. ആ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം KPC പ്രസിഡൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറയും, ഇല്ലയെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. അപ്പോൾ ആൾക്കെന്നെ വല്ലാത്ത വിഷമമായിപ്പോയി കണ്ടപ്പോൾ. ആൾ പറഞ്ഞു, ഇല്ല നീ അങ്ങനെ കരയല്ലേ. ആൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളോട് നന്നായി പെരുമാറിയ ആൾക്കാരും ഉണ്ട് അതിൽ. അല്ലെങ്കിലും എനിക്ക് പ്രസ്ഥാനത്തിനോട് എനിക്കൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ സാമ്പത്തിക ഇത്, എന്ത് കൊടുത്താലും പൈസ കൊടുത്താൽ സ്ഥാനം കിട്ടുക, പൈസ കൊടുത്ത് കോർപ്പറേഷനിലെ സീറ്റുകൾ വിൽക്കുക, ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് പ്രാന്തായി. ഞാൻ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് കണ്ടു വളർന്ന ആളല്ല. എൻ്റെ മുമ്പിലിരുന്ന് കണക്ക് പറഞ്ഞ് കോർപ്പറേഷന് പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയൊന്നും എൻ്റെ അച്ഛൻ പണ്ട് നോക്കാറ്, വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നല്ല പേരാണോ അയാൾക്ക്, ഇതൊക്കെയാണ് അച്ഛൻ്റെ മാനദണ്ഡങ്ങൾ. പാർട്ടിക്ക് വേണ്ടി എത്ര കാലം വർക്ക് ചെയ്തു, ആ സ്ഥാനത്ത് ഒരു പണിയെടുക്കാത്ത പല ആൾക്കാരും വന്നിട്ട് ഇത്ര പൈസ കൊടുക്കുമ്പോൾ സീറ്റ് കൊടുക്കണ രീതി, അതൊന്നും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ചേർന്നതല്ല. അതാണ് ഈ പാർട്ടിയുടെ നാശത്തിന് കാരണം ഇപ്പോഴത്തെ. പിന്നെ തമ്മിൽ എന്താ വഴക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 2 ഗ്രൂപ്പിന് നമ്മൾ ആരെങ്കിലും ഒരു അതെ, അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെയും രമേശ് ചെന്നിത്തലയും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പൊ ഓരോ നേതാക്കന്മാർക്ക് ഓരോ ഗ്രൂപ്പാണ്. അല്ല, ഞാൻ ജില്ലാതലത്തില് ആ വിധത്തിൽ ഞാൻ ചോദിച്ചോട്ടെ. അപ്പൊ ഷാഫി പറമ്പലിന് ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ്, VD സതീശൻ ഒരു ഗ്രൂപ്പ്, അങ്ങനെ തന്നെയാണെന്നാണോ? രാഹുൽ മാങ്കൂട്ടം ഷാഫി ലിങ്ക് ആണല്ലോ. അങ്ങനെ, അതായത് സ്വയം പ്രൊമോട്ട് ചെയ്യാണ് അവർ, പാർട്ടീനെയല്ല പ്രൊമോട്ട് ചെയ്യണത്, വ്യക്തികളെയാണ് പ്രൊമോട്ട് ചെയ്യണത്. പ്രസ്ഥാനത്തിനെ ആർക്കും വേണ്ട. പ്രസ്ഥാനം എന്നിൽ കൂടെ വേണേൽ വളർന്നാൽ മതി എന്നാണ്, അല്ലാണ്ട് പ്രസ്ഥാനത്തിൽ കൂടെ ഞാൻ വളരുക എന്നല്ല ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതൊക്കെ കോൺഗ്രസിനെ വല്ലാണ്ട് ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വന്ന ആളുകൾ, നേതാക്കന്മാർ, കയ്യിൽ പൈസ ഉണ്ടോ, നമുക്കൊരു 5 കൊല്ലം കൊണ്ട് കോൺഗ്രസ്സിൽ നല്ല നേതാവാം. സോഷ്യൽ മീഡിയ എല്ലാ വഴിയും, സാധാരണക്കാരനത് പറ്റില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ കൂടെ എത്ര പൈസ വേണമെന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പ്രത്യേക മതവിഭാഗക്കാരെയാണ് കൂടുതൽ. പൊതുവേ അവർ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗൾഫിൽ നിന്നുള്ള ഇത്,
പിന്നെ ആ ഇൻഫ്ലുവൻസ് ഇതൊക്കെ വെച്ചിട്ട് BJP എന്തോ ഒരു വെറുക്കപ്പെടേണ്ട ഒരു ഇതാണ് എന്ന് കോൺഗ്രസ് അവരുടെ തലയിൽ പറഞ്ഞിങ്ങനെ കയറ്റിയിരിക്കുകയാണ്. കാരണം അവരുടെ നിലനിൽപ്പാണ്, അവരെ കുറ്റം വേണ്ട കാര്യമില്ല, അവരുടെ നിലനിൽപ്പാണ്, അവർക്ക് അവരുടെ കൂടെ ഇപ്പോൾ വേറെ ആരും ഇല്ല പറഞ്ഞ മാതിരി. അപ്പം അതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ടാണ് ഈ പക്ഷേ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി BJP ആണ് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞാൽ ചെയ്യുന്നത് എന്നൊരു തോന്നൽ വന്നപ്പോൾ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി. അതിന് BJPയുടെ ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇപ്പോൾ പറയാം, ഇപ്പോൾ സുരേഷ് ഗോപി നമുക്ക് മനസ്സിലാക്കാം. ഇനി ശരി, സിനിമയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഒരു മാസം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇത്ര വോട്ട്? 99,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിന് കിട്ടുന്ന സ്ഥലത്ത് ഇപ്രാവശ്യം 16-17 കുറഞ്ഞു. എങ്ങനെയാണ് ആറ്റിങ്ങൽ വി മുരളീധരൻ ഇത്ര വോട്ട് പിടിച്ചത്? ശോഭ എങ്ങനെയാണ് അത്ര വോട്ട് പിടിച്ചത്? അപ്പോൾ ആ വോട്ടിൻ്റെ ശതമാനം നല്ലോണം ജനങ്ങൾ BJPയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് കോൺഗ്രസ്സിന് ഈ ഒരു മരത്തെന്താ വൃത്തികേട് അവരെ കൊണ്ട് പറയിപ്പിക്കാനും, ഈ സാധാരണ ആളുകൾക്ക് എന്താ അറിയാം, ഇവർ നേതാക്കന്മാർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ നമ്മുടെ ഒരു നേതാവ് വന്നാൽ അവരുടെയൊക്കെ ഒരു സന്തോഷം, അവരെന്തോ ഒരു ദൈവത്തിനെ കാണുന്ന മാതിരിയൊക്കെ അവർ. അപ്പോൾ അവർ പറയണത് അവർ വിശ്വസിക്കും. ബാക്കി എന്താണ് സത്യം എന്ന് പോലും അവർ ആലോചിക്കണില്ല. ഈ സാധാരണക്കാരുടെ തെറ്റിദ്ധാരണ പറ്റി പറഞ്ഞപ്പോൾ ചോദിച്ചോട്ടെ, മാമിനാണ് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് സാധാരണക്കാരുടെ മാമിന് ഒരുപാട് ധനമുണ്ട്, അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് വളരെ സുഖലോലിപിയായിട്ടാണ് ജീവിച്ചു വന്നിട്ടുള്ളത്, വലിയ സാരി കളക്ഷൻ, ആഭരണ കളക്ഷൻ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ. ഇത് പലതവണ മാം തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇത് വന്നുകൂടുന്നുണ്ട്. റിച്ച് പൊളിറ്റീഷ്യൻ ആണ്, അങ്ങനെ ഒരു മുഖം വന്നുപോയി. അത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ബാധ വന്നതാണ് പ്രശ്നം? ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം ഈ ഉടുത്ത സാരിക്ക് 1,700 രൂപയുള്ളൂ. ഞാൻ ഉടുക്കുന്ന പല സാരികളും 1000-ന്. പക്ഷെ എനിക്ക് നല്ല സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഗോൾഡ് ഞാൻ ഇടുകയില്ല. എൻ്റെ ദേഹത്ത് നിങ്ങൾ കണ്ട ഏതെങ്കിലും, എൻ്റെ ഈ വള പോലും ഗോൾഡല്ല, ഈ മാല മുത്തുമാല അല്ല, ഇത് ഗോൾഡല്ല. എൻ്റെ ആകെയുള്ളത് ഗുരുവായൂരപ്പൻ്റെ ഒരു മോതിരം, ഇത് മാത്രമാണ് ഗോൾഡ്. ഗോൾഡിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോയിൽ കണ്ടാൽ പോലും അറിയാം, ഒരു മാലയും ഒരു ലോങ് മാലയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ എൻ്റെ നിറം അതൊരു വലിയ ഇഷ്യൂ എനിക്ക്. ഞാനൊരു ദിവസം പറഞ്ഞത് കരി വരുത്തിച്ചിട്ട് ഇറങ്ങിയാലോ എന്ന്. കാരണം എന്താ പറയുക, അതായത് എനിക്ക് എൻ്റെ നിറം കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിന്നാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മ ഭയങ്കര കളറാണ്, ഞാനൊന്നും അതിൻ്റെ അടുത്ത് എത്തില്ല. ഞാൻ പറയും ഇരുട്ടത്തിരുത്തിയാൽ മതി. അതെ. അപ്പം അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഏത് മോശം സാരി ഉടുത്താലും അത് എടുത്തിങ്ങനെ കാണിക്കും, മനസ്സിലായി? അപ്പം സാരി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ആർക്കെങ്കിലും എന്തിനോടെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് തുണികളോട് ഇഷ്ടമാണ്, പക്ഷെ ഗോൾഡിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. പിന്നെ എൻ്റെ അച്ഛൻ പണക്കാരനല്ല, അതാദ്യം മനസ്സിലാക്കണം. എൻ്റെ അച്ഛൻ ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ജനിക്കുമ്പോൾ ഞാൻ MLA ആയതുകൊണ്ട് ആ സുഖ സൗകര്യങ്ങൾ അതന്നെ എൻ്റെ ചേട്ടന് കിട്ടിയിട്ടില്ലേ, മനസ്സിലായ? എൻ്റെ ഹസ്ബൻഡിനുള്ളതിനേക്കാളും സാമ്പത്തിക സ്ഥിതി ചേട്ടൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, മനസ്സിലായ? പിന്നെ എൻ്റെ അച്ഛൻ നല്ല വൃത്തിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരാളാണ്, ഉള്ള വെള്ള ഡ്രസ്സ്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയില്ല. ആ സ്വഭാവം മുരളിയേട്ടന് കിട്ടി, അച്ഛൻ്റെ സ്വഭാവം എനിക്ക് കിട്ടി, അതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ നല്ല വെൽ ഡ്രസ്ഡാണ് എപ്പോഴും. പക്ഷെ ഗോൾഡില്ല, ആ ഗോൾഡ് വിട്ടേക്ക് ഞാൻ ഗോൾഡേ ഇടില്ല പൊതുവെ. വല്ല കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ബന്ധുക്കളുടെ മാത്രം ഇടും എന്നല്ലാണ്ട് ഗോൾഡിനോട് എനിക്ക് ഒരു പ്രാന്തവും ഇല്ല.